നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നവൾ എന്നു പേരുള്ള അമ്മ ദിവ്യ ജോണിനെ കുറിച്ച് ഒരു കാലത്ത് മലയാളികൾ ചാർത്തി നൽകിയത് ആ പേര് തന്നെയായിരുന്നു. പിന്നീട് മാധ്യമപ്രവർത്തകനായ ഐപ്പ് വള്ളിക്കാടൻ തയ്യാറാക്കിയ വീഡിയോയിലൂടെയാണ് ദിവ്യ ജോണി എന്തുകൊണ്ട് കുഞ്ഞിനെ കൊന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതകഥ എന്താണ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, ഏത് മാനസികാവസ്ഥയിൽ കൂടിയായിരുന്നു അവർ കടന്നുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹമാണ് മലയാളികൾക്ക് പരിചയപ്പെടുത്തിയത്. താൻ കടന്നു പോകുന്ന മാനസികാവസ്ഥകളുടെ തീവ്രതയും അപ്പോഴും നേരിടുന്ന വേദനകളുടെ ആഴവും വാക്കുകളിൽ ഉൾക്കൊള്ളിക്കാൻ ദിവ്യ പാടുപെടുന്നത് ആ വീഡിയോയിൽ വ്യക്തമായിരുന്നു. ഒരിക്കൽ വെറുപ്പോടെ കണ്ട യുവതിയുടെ ജീവിതകഥ കേട്ട് പിന്നീട് മലയാളികൾ സ്നേഹിച്ചു തുടങ്ങി. പ്രസവാനന്തരം സ്ത്രീകൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന മാനസികാവസ്ഥയിലാണ് 3.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ദിവ്യ ഇല്ലാതാക്കിയത്. കഴിഞ്ഞ ദിവസം കൊല്ലം കുണ്ടറ സ്വദേശിനിയായ ദിവ്യ ജോണിയെ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. തീർച്ചയായിട്ടും മകളെ കൊന്ന ഒരു വിശേഷണം പേറി നടന്ന ആ അമ്മ സ്വന്തം ജീവനും എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദിവ്യ ജോണി ശരിക്കും എന്തായിരുന്നു, ആ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? കഴിഞ്ഞ ദിവസമാണ് ഭർത്താവ് അജീഷ് മോന്റെ കോട്ടക്കടവിലെ വീട്ടില് മരിച്ച നിലയിൽ ദിവ്യയെ കണ്ടത്. ഏപ്രിൽ 12-നായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ഏകദേശം ഒരു 11:10-ഓടെയാണ് ബെഡ്റൂമിൽ ബോധമറ്റ് കിടക്കുന്ന നിലയിൽ ദിവ്യയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ കരുവഞ്ചാൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ മരണം സംഭവിക്കുകയായിരുന്നു. അതായത് എന്താണ് മരണകാരണം എന്ന് കണ്ടെത്തിയിട്ടില്ല. എത്ര അനുകൂലമായ സാഹചര്യമുള്ള സ്ത്രീകളിലായാലും ഒരു മാനസിക പ്രശ്നം ഉടലെടുത്തേക്കും. പ്രതികൂലമായ ചുറ്റുപാടുകളിൽ നിൽക്കുന്ന സ്ത്രീകളിൽ ഇത് കുറെ കൂടി തീവ്രമാകും. അത്ര അപകടകരമാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോരുന്ന വ്യക്തിയായിരുന്നു ഈ ദിവ്യ. അപ്പോൾ ശാരീരികമായി മാനസികമായ വേദനകളും അതിനോട് ചുറ്റുപാടുകളിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനയും ദിവ്യ പതുക്കെ മറ്റൊരാളായിട്ട് മാറ്റുകയായിരുന്നു. ജീവിതത്തോടുള്ള നിരാശയും അമർഷവും ആരോടാണ് കാണിക്കേണ്ടതെന്നോ എവിടെയാണ് തീർക്കേണ്ടതെന്നോ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അത് പതിയെ സ്വന്തം കുഞ്ഞിലേക്ക് തിരിഞ്ഞപ്പോൾ പോലും അതിനെ പിടിച്ചു നിർത്താനോ കൈകാര്യം ചെയ്യാനോ ദിവ്യക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു നിമിഷത്തിലാണ് ദിവ്യയുടെ നിരാശകളുടെ ഭാരം പേറി ആ കുഞ്ഞ് അത് ഏറ്റുവാങ്ങിയത്. അതങ്ങനെ സംഭവിച്ചു എന്നത് പോലും ഇപ്പോഴും ദിവ്യ അതായത് ഈ ഒരു സംഭവം പുറലോകത്തേക്ക് അറിയിക്കുമ്പോൾ പോലും ദിവ്യക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് ആ വീഡിയോയിൽ ദിവ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട കുട്ടിയാണ് ഈ പറയുന്നത് ദിവ്യ. വിവാഹമോചിതനായ ഒരു ആയുർവേദ ഡോക്ടറെയാണ് ദിവ്യ വിവാഹം കഴിച്ചത്. അർബുദ രോഗബാധിതയായ അമ്മയെ ചികിത്സിക്കുന്നതിനിടെയാണ് ഡോക്ടർ ദിവ്യ പരിചയപ്പെട്ടത്. പിന്നീട് വിവാഹം കഴിക്കുകയായിരുന്നു. ആ ടൈമില് MSc പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദിവ്യ. ഇവരുടെ പ്രണയ വിവാഹം തന്നെയായിരുന്നു. നിയമപ്രകാരമുള്ള ഹിന്ദു ആചാരപ്രകാരമൊക്കെ വിവാഹമൊക്കെ നടത്തി. പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ ദിവ്യ തീർത്തും ഒറ്റപ്പെടുകയായിരുന്നു. അമ്മായിയച്ഛൻ ആദ്യം തന്നെ പ്രശ്നമായിരുന്നു എന്ന് ദിവ്യ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനിടെയാണ് ഗർഭിണിയായത്. അപ്പൊ ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് സ്ഥിരത കൈവരാത്തത് കൊണ്ട് ഈ കുഞ്ഞിനെ വേണ്ട, ആബോർഷൻ ചെയ്യണം എന്നൊക്കെ ഈ ഭർത്തൃപിതാവ് നിരന്തരം വാശി പിടിച്ചിരുന്നു. അപ്പോ കഴിയത്തില്ല, കുഞ്ഞ് ദൈവം തന്നതാണ്, അതിനെ അങ്ങനെ നശിപ്പിച്ചു കളയാൻ പറ്റില്ലെന്നൊക്കെ ദിവ്യ ഭർത്തൃ വീട്ടുകാരോട് തീർത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും ഇതോടെ ഒറ്റപ്പെടുത്തി ദിവ്യയെ. അങ്ങനെ ആകെ മൊത്തത്തിൽ മനോനില തെറ്റുന്നത് പോലെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നീട് ആ സമയത്തും തന്റെ കുഞ്ഞിനായിട്ട് അവള് കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് സിസേറിയനിലൂടെയാണ് കുഞ്ഞിനെ കിട്ടിയത്. ഒരു പെൺകുട്ടിയായിരുന്നു. അതിനെ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ പോലും ഭർത്താവിന്റെ വീട്ടുകാർ തയ്യാറായില്ല എന്നാണ് ആ വീഡിയോയില് ദിവ്യ പറഞ്ഞത്. കാരണം ഭർത്താവ് പോലും കുഞ്ഞിനെ ഒന്ന് എടുക്കുകയോ തൊടുകയോ പോലും ചെയ്തിരുന്നില്ല. പ്രസവിച്ച് 4-ാം ദിവസമാണ് ആ കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് ആ കുഞ്ഞിനെ എടുത്തിരുന്നത്. പക്ഷെ കുഞ്ഞിനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അതായത് കല്യാണ ദിവസം എത്രമാത്രം അവഗണിക്കപ്പെട്ടിരുന്നോ അതുപോലെ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ തനിക്കുണ്ടായ അനുഭവം എന്നാണ് ദിവ്യ ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് തന്നോടുള്ള അവഗണന അപ്പോഴും ദിവ്യ മറ്റൊരാളാക്കി മാറ്റുകയാണ്. കാരണം കുഞ്ഞിനെ ലാളിക്കുന്നത് കണ്ടു, പക്ഷെ തന്നോട് അപ്പോഴും ഒരു അടുപ്പമോ ഒരു ബന്ധമോ ഒന്നും ഇവരാരും വെക്കുന്നില്ല. അപ്പോൾ ഒരു അവഗണന ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു ഡിപ്രഷൻ ലെവൽ വേറൊരു രീതിയിലേക്ക് മാറുകയായിരുന്നു. അതോടെ അവള് അസ്വസ്ഥയായി മാറി. പിന്നീട് ദിവ്യയുടെ മാറ്റങ്ങളൊന്നും ഈ വീട്ടുകാരൊന്നും ആദ്യം തിരിച്ചറിയുന്നില്ല. പിന്നീട് മനസ്സിന് ബാധിച്ച ആ ഒരു വിഭ്രാന്തി ആ പെൺകുട്ടി തന്റെ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോട് കാട്ടി തുടങ്ങുകയായിരുന്നു. ഇതോടെ ഈ വീട്ടുകാര് മാനസിക ചികിത്സയ്ക്കൊക്കെ ദിവ്യയെ വിധേയയാക്കി. ഇടയ്ക്കിടെ ഇതിനിടയിൽ ആത്മഹത്യാ പ്രവണതയൊക്കെ കാട്ടി. പിന്നെ അത് മാത്രമല്ല, ഹൈ ഡോസിലുള്ള ടാബ്ലറ്റ്സ് ഒക്കെയാണ് ഈ ഒരു രോഗം മൂർച്ഛിച്ചതോടെ ദിവ്യക്ക് കഴിക്കേണ്ടി വന്നത്. അപ്പോ ഈ ഒരു അസുഖം മൂർച്ഛിച്ചു. അതോടെ ഇവള് കുണ്ടറയിലെ സ്വന്തം വീട്ടിലേക്കാണ് കുഞ്ഞിനെയും കൊണ്ട് മാറിയത്. അപ്പോ ഈ സമയത്ത് ടോറിന് വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ദിവ്യ.
അപ്പോൾ തോരന് വേണ്ടിയിട്ട് അരിഞ്ഞിട്ടിരിക്കുമ്പോൾ തൊട്ടിൽ നിന്നും കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ജോലിയൊക്കെ മതിയാക്കി റൂമിലേക്ക് എത്തുന്നു, കുഞ്ഞിനെ എടുത്ത് പാല് കൊടുക്കുന്നു, കുഞ്ഞിനെ ഉറക്കാനായി കൊണ്ട് നടക്കുന്നു. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ തനിക്ക് ഓർമ്മയുണ്ടെന്ന് ദിവ്യ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നീട് തനിക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയില്ല. താൻ കുഞ്ഞിനെ പെട്ടെന്ന് കൊണ്ടുചെന്ന് ബക്കറ്റിലെ വെള്ളത്തിൽ ഇട്ടു എന്നാണ് ദിവ്യ പറയുന്നത്. പെട്ടെന്ന് തന്നെ കുഞ്ഞ് കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കുന്നത് കണ്ടപ്പോഴേക്കും കുഞ്ഞിനെ ഓടിപ്പോയി എടുത്ത് മുറിയിൽ കൊണ്ടുപോയി തോർത്തി മുറിയിൽ പായൊക്കെ വിരിച്ച് അമ്മയും കുഞ്ഞും ചേർന്ന് കിടക്കുകയാണ്. ഇതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ വീണ്ടും ദിവ്യയുടെ മൈൻഡ് മാറുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു തലയണെടുത്ത് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് മുഖത്ത് അമർത്തുകയായിരുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ദിവ്യക്ക് വീണ്ടും ബോധം വരുന്നു. പിന്നെ കുഞ്ഞിനെ തട്ടി ഉണർത്താൻ നോക്കുന്നു, കുഞ്ഞിന് ചലനമൊന്നുമില്ല. അപ്പൊ ആകെ ടെൻഷനായിട്ട് ദിവ്യ തന്നെ നേരെ 100-ൽ വിളിച്ച് ആംബുലൻസ് ഒക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പോഴേക്കും ഈ അച്ഛൻ എത്തുന്നുണ്ട്, അയൽവാസിയായ ഒരു സ്ത്രീ അവിടെ വരുന്നുണ്ട്. അങ്ങനെ അവരുമായിട്ട് ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ വെച്ച് ഈ പറഞ്ഞ കണക്ക് എന്തുവാ പോലീസുകാരി വരുന്നു. പോലീസുകാരി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാണ് താൻ ചെയ്തത്. അപ്പൊ പറയുന്നു കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയാണ്. അപ്പൊ അവര് പറഞ്ഞു കുഞ്ഞ് മരിച്ചുപോയി. പക്ഷെ പിന്നീട് കുഞ്ഞിനെ കാണാനൊന്നും നിന്നില്ലെന്ന് ദിവ്യ പറയുന്നുണ്ട്. അപ്പോ ഇതിനിടയ്ക്ക് ദിവ്യയുടെ പ്രശ്നം എന്താണ് എന്നറിയാതെ പലരും ദിവ്യയെ കുറ്റപ്പെടുത്തി തുടങ്ങി. അവൾ ഒരുങ്ങി നടക്കുന്നത് കണ്ടോ, ഒരു നല്ല കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് അവൾക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നു, ഒരു നാണമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പലരും മുഖം കൊടുക്കാതെയൊക്കെ മാറി നടക്കാൻ തുടങ്ങി. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പോഴൊക്കെ കുറ്റം പറയും എന്നൊക്കെ ദിവ്യ പറയുന്നുണ്ട്. അപ്പോ അത് മാത്രല്ല, കുഞ്ഞിനെ അനുഭ എന്നാണ് പേരിട്ടിരുന്നത്. അപ്പൊ ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് മിന്നൽ എന്നാണ്. അപ്പോൾ മിന്നൽ പോലെ വന്നു, മിന്നൽ പോലെ തന്നെ തിരികെ പോയി എന്നാണ് ദിവ്യ പറയുന്നത്. എന്റെ ജീവിതത്തിൽ, അതായത് ഇനി എന്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടാകില്ല, അത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. അതായത് ഇനി ഒരു കുഞ്ഞ് ഉണ്ടായാൽ വീണ്ടും അതിനെയും താൻ കൊല്ലുമോ എന്നുള്ളൊരു ഭയം ദിവ്യക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ദിവ്യ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇനി ഒരു ആൺകുഞ്ഞോ പെൺകുഞ്ഞോ ഉണ്ടായാൽ അതിനെയും ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പില്ല, ഇപ്പോഴും പേടിയാണ്, ഇനിയുള്ള ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കണം എന്നാണ് ദിവ്യ പറഞ്ഞിരുന്നത്. പക്ഷെ ദിവ്യ ഇപ്പോൾ മരിക്കുമ്പോൾ മറ്റൊരു കുഞ്ഞു ഹൃദയം കൂടി ആ ഉദരത്തിൽ വഹിക്കുന്നുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോ ദിവ്യ അത്രത്തോളം ഭയപ്പെട്ടിരുന്നു. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിനെ അത്രത്തോളം ഭയപ്പെട്ടിരുന്നു. ഏകദേശം 2020 മാത്രം 20-ലധികം കുരുന്നുകളാണ് അമ്മയുടെ കൈയാൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അതുകൊണ്ട് ഈ ഒരു ക്രൈം റെക്കോർഡ്സ് പ്രകാരം അത് മുഴുവൻ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഒരു പരിധി വരെ അതിൽ ഒരളവ് കൊലപാതകങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇവിടെയാണ് നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിസീസ് എന്താണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഉയരുന്നത്. അപ്പോ എന്താണ് അൻസി അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ കഴിയുക? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അഥവാ പ്രസവാനന്തര വിഷാദ രോഗം എന്നത് ശരിക്കും ഈ പ്രസവശേഷം അമ്മമാരിൽ കാണപ്പെടുന്ന ഒരു വിഷാദ അവസ്ഥയാണ്. അപ്പോൾ പല അമ്മമാരും കടന്നു പോകുന്ന ഒരു സ്റ്റേജാണിത്. ഏകദേശം 10 മുതൽ 15% അമ്മമാരിൽ, പ്രത്യേകിച്ച് ആദ്യ പ്രസവത്തിന് ശേഷമാണ് സാധാരണയായിട്ട് ഈ അസുഖം കാണപ്പെടാറുള്ളത്. സാധാരണ വിഷാദ രോഗമുണ്ട്, അതിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ ഉറക്കക്കുറവുണ്ടാകും, വിശപ്പില്ലായ്മ ഉണ്ടാകും, സങ്കടം, ദേഷ്യം, നിരാശ, ഒന്നിലും പ്രതീക്ഷയില്ലാത്ത അവസ്ഥ, സ്വന്തം കഴിവുകളെ കുറിച്ചുള്ള മതിപ്പ് കുറവ്, നെഗറ്റീവ് ചിന്തകൾ, ഇങ്ങനെയൊക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ലക്ഷണങ്ങളാണ് ഇതൊക്കെ. പിന്നീട് ഈ കുഞ്ഞിനെയും അമ്മയെയും സംബന്ധിക്കുന്ന ആശങ്ക, പിന്നെ അത് കാരണം ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, സങ്കടവും നെഗറ്റീവ് ചിന്തകൾ, അങ്ങനെ ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോ നവജാത ശിശുവിന്റെ ആരോഗ്യം അടക്കമുള്ള കാര്യങ്ങൾ കടുത്ത ഉത്കണ്ഠ ഉണ്ടാകും അമ്മയ്ക്ക്. മാത്രമല്ല കുഞ്ഞിനെ പരിപാലിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ചിന്തകൾ വരാറുണ്ട്. ഈ വിഷാദാവസ്ഥ അത്ര കഠിനമായ തോതിലല്ലെങ്കിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്നിവയിലൂടെ അമ്മയ്ക്ക് സാധാരണ മാനസികാരോഗ്യം തിരിച്ചു കിട്ടാറുണ്ട്. എന്നാൽ ഭൂരിപക്ഷം കേസുകളിലും ഒരു മനോരോഗ വിദഗ്ധന്റെ ചികിത്സ ആവശ്യമായിട്ട് വരും. ഈ ഒരു അവസ്ഥയെ നമുക്ക് വേണമെങ്കിൽ ഈ മനോരോഗ വിദഗ്ധന്റെ ഒക്കെ സഹായത്തോടെ അതിജീവിക്കാവുന്നതാണ്. പിന്നെ ഈ പ്രസവാനന്തരം മാത്രമല്ല, അബോർഷൻ, അത് ആ ഒരു സാധനമൊക്കെ അതിനുശേഷം വിഷാദ രോഗം വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. സാധാരണയായി ആദ്യത്തെ 2-3 ആഴ്ചകൾക്കിടയിൽ രോഗം അതായത് പ്രസവം കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഇത് പ്രത്യക്ഷപ്പെടും. പിന്നീട് അത് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ അപ്രത്യക്ഷമാകും. ചിലരിൽ അത് 6 മാസത്തിനുള്ളിൽ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെടും.
സുഖപ്പെടാറുമുണ്ട്. പിന്നെ അമ്മയുടെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, പല കാരണങ്ങളുണ്ട് ഇതിലേക്ക് നയിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ചെറിയ പ്രായത്തിൽ സംഭവിച്ച ലൈംഗിക ചൂഷണങ്ങൾ, ദാമ്പത്യ ബന്ധത്തിലെ വിള്ളലുകൾ, ചുറ്റിലുമുള്ള സാഹചര്യങ്ങളോട് ഒത്തുപോകാനുള്ള ഒരു കഴിവ് ഇല്ല എങ്കിൽ, മുമ്പ് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ, കുടുംബത്തിൽ മാനസിക രോഗമുള്ളവർ എന്നിവർക്കൊക്കെ പ്രസവാനന്തര വിഷാദരോഗം ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലർക്ക് തുടർന്നുള്ള പ്രസവങ്ങളിലും ഇതുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പ്രസവാനന്തര വിഷാദരോഗം പെട്ടെന്ന് കണ്ടെത്തുക, അത് ചികിത്സിക്കുക എന്നതൊക്കെ അമ്മയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രസവം കഴിഞ്ഞുള്ള ദിവസങ്ങളാണ് അമ്മയും കുഞ്ഞുമായുള്ള നല്ല ഒരു ബന്ധം ഉടലെടുക്കുന്നത്, അല്ലെ? അപ്പോ അത് നന്നായി നടക്കണമെങ്കിൽ അമ്മയുടെ മാനസിക ആരോഗ്യം നല്ല രീതിയിലായിരിക്കണം. അപ്പൊ ഈ ഒരു ഇത് പെട്ടെന്ന് കണ്ടെത്തി ചികിത്സിക്കുക എന്നതൊക്കെ ഏറ്റവും നിർണായകമായ ഘട്ടങ്ങൾ തന്നെയാണ്. ചില അവസരങ്ങളിൽ രോഗത്തെ തുടർന്ന് ആത്മഹത്യാ പ്രവണത, മറ്റുള്ളവരെ കൊല്ലാനുള്ള ഒരു പ്രവണത തോന്നുക, അങ്ങനെയൊക്കെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാറുണ്ട്. സ്വയം ജീവൻ ഒടുക്കിയാൽ കുഞ്ഞിനെ നോക്കാൻ ആളുണ്ടാവില്ല എന്ന് കരുതി കുഞ്ഞിനെ അപായപ്പെടുത്തിയ ശേഷം ജീവൻ ഒടുക്കുന്നവരും കുറവല്ല ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം. ചിലര് കുഞ്ഞിന് മാരകമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന മിഥ്യാധാരണയിൽ ഇങ്ങനെ ചെയ്യാറുമുണ്ട്. പിന്നെ ഈ പ്രസവാനന്തര വിഷാദരോഗ ചികിത്സയില് മുലയൂട്ടുന്ന അമ്മയ്ക്കും കുഞ്ഞിന്റെ വളർച്ചയ്ക്കും കുഴപ്പമില്ലാതെ കൊടുക്കാവുന്ന മരുന്നുകളൊക്കെ ലഭ്യമാണ്. എന്തായാലും ഒരു സൈക്കോ തെറാപ്പി എടുക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അത് തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വിപത്തിലേക്ക് തള്ളപ്പെടാതിരിക്കാൻ വേണ്ടുന്ന മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ പ്രസവം കഴിഞ്ഞ ഉടനെ അമ്മമാരുടെ മാനസികാരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക. അത് ചുറ്റുമുള്ളവർക്ക് ഒന്ന്, പ്രത്യേകിച്ച് വേറുള്ളവർ ആരും നോക്കണ്ട, ഭർത്താവ് നോക്കിയാൽ മതി, അല്ലെ? സ്വന്തം ഭർത്താവ് പ്രസവം കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് കുറ്റപ്പെടുത്തലുകൾ വരുന്നത്. ഒന്നാമത്തെ കാര്യം, കുഞ്ഞിന് മുലയൂട്ടുന്ന സമയത്ത് കുഞ്ഞിന് കൊടുക്കാനായി പാല് തികയാതെ വരുമ്പോൾ അതിന് വരെ കുറ്റം പറയുന്നവരുണ്ട്. ഇതൊക്കെ ആ സമയത്ത് ആ സ്ത്രീയെ ഭയങ്കരമായിട്ട്, അതായത് ആ അമ്മയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ഡിപ്രഷൻ മൈൻഡിലേക്ക് മാറാൻ ഏറ്റവും എളുപ്പമാണ്. കാരണം വരുന്നവരും പോകുന്നവരും ഒക്കെ വന്ന് കുറ്റപ്പെടുത്തലാണ്, ആ കുഞ്ഞിനൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും, അയ്യോ ഇങ്ങനെയാണോ, എന്റെ കുഞ്ഞിനൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു. അപ്പൊ അത് വീണ്ടും വീണ്ടും ഡിപ്രഷൻ മൈൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചില എന്താ പറയാ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവര്, നമ്മുടെ അയൽക്കാരായിട്ടുള്ളവരൊക്കെ വന്നിട്ട് പലപ്പോഴും ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അനുഭവമുള്ള പലരും ഉണ്ട്. അതൊക്കെ ആ അമ്മയെ സംബന്ധിച്ചോളം ഈ ഒരു പ്രസവത്തിന് ശേഷം മെന്റലി അവരെ ഭയങ്കരമായി ടോർച്ചർ ചെയ്യുന്നതിനൊരു തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം അവരൊക്കെ ചിലപ്പം ഈ ഒരു ഡിപ്രഷൻ മൈൻഡിലായിരിക്കും. അതിനിടയ്ക്ക് ഇതും കൂടെ കേൾക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും ആ ഒരു മൈൻഡിലേക്ക് മാറുകയോ ചെയ്യുന്നത്. ഈ രോഗസാധ്യതയുള്ളവർ ഗർഭിണിയാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നന്റ് ആകാൻ പോകുന്ന തയ്യാറെടുക്കുമ്പോൾ തന്നെ ഈ ഒരു പ്രസവകാലത്തെക്കുറിച്ചും പ്രസവത്തെക്കുറിച്ചും ഒക്കെയുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുക. അബദ്ധധാരണകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക. മാനസിക സംഘർഷങ്ങൾ കൂടുതൽ ഉള്ളവരുണ്ടെങ്കിൽ അക്കാര്യം ചികിത്സിക്കുന്ന ഡോക്ടറോട് സംസാരിച്ച് കൗൺസിലിംഗ് പോലുള്ള പരിഹാരങ്ങൾ തേടണം. ജീവിത പങ്കാളിക്കും ഇത് സംബന്ധിച്ചുള്ള അറിവ് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും കുറച്ചുകൂടി കെയർ ഭർത്താവും കൂടി കൊടുക്കണം, അല്ലെ, ഭാര്യയ്ക്ക്. പിന്നെ ഈ വിഷാദ രോഗം, സൈക്കോസിസ് തുടങ്ങിയവയ്ക്ക് ചികിത്സ തേടിയിട്ടുള്ളവർ ചികിത്സിച്ച ഡോക്ടറുമായിട്ട് ഈ ഗർഭധാരണം, പ്രസവം തുടങ്ങിയ കാര്യങ്ങളിൽ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല, ഈ പ്രസവശേഷം അമ്മയിൽ ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലും അത് അവഗണിക്കുകയോ ചികിത്സ വൈകിപ്പിക്കുകയോ ചെയ്യരുത്. അത് വിദഗ്ധരായ മനോരോഗ ചികിത്സകരുടെ സഹായം തേടേണ്ടതാണ്. പിന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ഈ പ്രസവശേഷം കടന്നു പോകുക. അപ്പൊ ചുറ്റുമുള്ളവർ നല്ലൊരു കരുതൽ കൊടുക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ശരിക്കും വരുന്നതിന്റെ പ്രധാന കാര്യങ്ങളിൽ ഒന്ന് അവരിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ട്. കുഞ്ഞിന് ജന്മം നൽകി കഴിയുമ്പോൾ അത് പലപ്പോഴും പെട്ടെന്നുള്ള ഒരു ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. മാത്രമല്ല, ഈ ഈസ്ട്രജൻ അതുപോലെ തന്നെ പ്രൊജസ്റ്ററോൺ എന്നിവ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അത് ഒരു മൂഡ് സ്വിംഗ് എന്ന രീതിയിലേക്ക് അമ്മമാരെ നയിക്കാറുണ്ട്. ഇത് കൂടാതെ വീട്ടുകാരിൽ നിന്ന് ആരുടെയും പിന്തുണ ഇല്ലാതിരിക്കുന്നത് അത് വലിയ രീതിയിലുള്ള ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഈ പ്രണയ വിവാഹങ്ങൾക്കാണെങ്കിൽ ചിലപ്പോ വീട്ടുകാർ, ഈ ഭർത്താവിന്റെ വീട്ടുകാർക്കൊന്നും ഒരു താല്പര്യമില്ലാത്ത വിവാഹമാണെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന കുറെ ഒരു എതിർപ്പുകൾ, അതൊക്കെ ആ സ്ത്രീയെ ഏത് രീതിയിലൊക്കെ തകർക്കാം. അല്ലെങ്കിൽ പ്രസവശേഷം എല്ലാം കൂടി വരുമ്പോൾ ആ സ്ത്രീ ഏതൊക്കെ രീതിയിലൊക്കെ എത്രയോ കുടുംബങ്ങളിൽ ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ആക്കം കൂട്ടുന്നതിന് പ്രധാന കാരണമായിട്ട് മാറും. മാത്രമല്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ ഉണ്ടാകുന്ന ഈ ഒരു ഗർഭധാരണവും പ്രസവവും ആണെങ്കിൽ അതും അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കും. അതും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് നയിക്കാറുണ്ട്. അപ്പോൾ ഇതിന് കുറെ ലക്ഷണങ്ങളുണ്ട്. പ്രസവാനന്തരം സ്ത്രീകളിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അവരിൽ അമിതമായിട്ട് ക്ഷീണം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുഞ്ഞ് കരയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തോന്നും, സ്വയം ആത്മഹത്യ ചെയ്യാൻ തോന്നും, എല്ലാ കാര്യത്തിലും ദേഷ്യം വരും. ചിലപ്പോൾ പെട്ടെന്ന് കരച്ചിൽ വരുന്നതും, വിശപ്പില്ലായ്മയും, ഒന്നിലൊരു താല്പര്യം ഇല്ലാത്തതും, കുഞ്ഞിനോട് വെറുപ്പ് തോന്നുന്നതും, ഇതൊക്കെ ലക്ഷണങ്ങളാണ്.
പിന്നെ വീട്ടുകാരും ശ്രദ്ധിക്കണം. അതായത് വീട്ടുകാരും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ പറയുന്ന, അതായത് ഈ പ്രസവിച്ച അമ്മമാർ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാകണം. ഇവരിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും സ്വഭാവത്തിലെ മാറ്റങ്ങളും പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ ആണെന്ന് മനസ്സിലാക്കി പെരുമാറണം. ഇവരോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, അത് അവരുടെ കൂടുതൽ വിഷമത്തിലാക്കുകയുള്ളൂ അല്ലെ. ചുമ്മാ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ അവര് എന്തെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് വലിയ അറിവ് ഇല്ലെന്ന് തോന്നുന്നു. കാരണം ചിലപ്പോൾ അവരിങ്ങനെ കാണിക്കുമ്പോഴൊക്കെ അത് അവരെ വാശിപ്പുറത്ത് എന്തോ കാണിക്കുന്നു എന്നുള്ള രീതിക്കായിരിക്കും ഇവരൊക്കെ എടുക്കുക. തീർച്ചയായും ഇതിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. എന്താണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളത് ആദ്യം അറിയാൻ ശ്രമിക്കുക. അതിനുശേഷം അത്തരത്തിൽ എന്തെങ്കിലും സിംറ്റംസ് വൈഫ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അവർക്ക് വേണ്ട കെയറിങ് അത് ആദ്യം കൊടുക്കാൻ ശ്രമിക്കുക. അതെ, ഇങ്ങനൊരു അവസ്ഥ പ്രത്യേകിച്ച് പ്രസവിച്ചവർക്ക് ഒരു പ്രത്യേക കെയർ കൊടുക്കണം. ഈ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. അപ്പൊ അവരെന്തെങ്കിലും കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ അതിനപ്പുറം കിടന്ന് തുള്ളാതെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. പിന്നെ അവരുടെ പരാതികൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ശ്രമിക്കണം. അവരുടെ കൂടെ തന്നെ നിൽക്കണം. മാത്രമല്ല ആവശ്യമെങ്കിൽ ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഇങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ പ്രസവിച്ച അമ്മമാർക്ക് പ്രത്യേക കെയർ കൊടുക്കുക. ഈ ഒരു വിഷാദ രോഗം അല്ലെങ്കിൽ പ്രസവശേഷം ഉണ്ടാകുന്ന ഈ രോഗത്തിലൂടെ ഏത് സ്ത്രീ വേണമെങ്കിലും കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന കെയർ കൊടുക്കുക, അവരെ കേൾക്കുക, അവരെ അറിയുക, അവരെ മനസ്സിലാക്കി കൂടെ നിൽക്കുക അല്ലെ.